ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. സർ, ഈ പ്രമേയം വളരെ അത്യന്താപേക്ഷിതമായ പ്രമേയമാണ് സർ. മാത്രമല്ല, നമുക്കറിയാം നമ്മുടെയൊക്കെ കുട്ടികൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്നത്. ആ പരീക്ഷയിൽ സംഭവിക്കുന്നത് ഇതുപോലെ ഉയർന്ന റാങ്ക് നേടുന്നു. മാത്രമല്ല, ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ ഉന്നത അധികാരത്തിലിരിക്കുന്നവർ ഇതിൽ പ്രതികളായി മാറുന്നു സർ. വളരെ 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 ഒരു ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയുടെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ പ്രതികളായി മാറുന്നൊരവസ്ഥ കാണുകയാണ് സർ. മാത്രമല്ല സർ, ഇതിൽ കാണുന്നത് ഈ സമയം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുക സർ. സമയം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അതുപോലും നമ്മൾ കണ്ടു ഇതിനകത്തൊക്കെ. ഇതൊക്കെ മാത്രമല്ല സർ, ഇതിൽ എനിക്ക് പ്രമേയത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, പലപ്പോഴും ഇത്തരം ഈ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ മാഫിയ സംഘങ്ങൾ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ എൻട്രൻസ് പരീക്ഷ പരിശീലന പരിപാടി നടപ്പിലാക്കുന്നവരാണ് എന്ന് പലപ്പോഴും തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയത്തിൽ കൂണുപോലെ വളരുന്ന മത്സര പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു നടപടി കൂടി ഉണ്ടാവാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു തോന്നലുണ്ട് സർ. അതോടൊപ്പം കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യം കൂടി ഇവിടെ പറയുകയാണ് സർ. 1200 കേന്ദ്ര വിദ്യാലയങ്ങളിൽ സൂക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുത്ത ഭരണഘടനാ പതിപ്പിൽ അതിൻ്റെ പ്രീആമ്പിളിൽ സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കിയിരിക്കുകയാണ് സർ. കേന്ദ്ര വിദ്യാലയത്തിൽ 1200 കേന്ദ്ര വിദ്യാലയങ്ങൾ ഇന്ന് രാജ്യത്തുണ്ട് സർ. അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ അയച്ചു കൊടുത്ത ഭരണഘടനയിൽ അതിൻ്റെ പ്രീആമ്പിളിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് ഗവൺമെന്റ് ഇതിൽ മാത്രമല്ല സർ, പല രംഗത്തും ഈ പറയുന്ന രൂപത്തിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കാനുള്ള ബോധപൂർവമായ അജണ്ട. മാത്രമല്ല സർ, ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 കൊണ്ടുവന്ന ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ചേർത്തതിൽ അഭിമാനിക്കുന്നവരാണ് സർ ഇന്ത്യക്കാർ. എന്നിട്ട് അത് ഒഴിവാക്കിയാണ് സർ കുട്ടികളെ പഠിപ്പിക്കാൻ. എന്നിട്ട് സർ അതിനകത്ത് പറയുന്നത് DP പട്ടേൽ ഡെപ്യൂട്ടി കമ്മീഷൻ അയച്ചു കൊടുത്ത കത്തിൽ പറയുന്നത് യഥാർത്ഥ ഭരണഘടനയുടെ പതിപ്പാണിത്. മാത്രമല്ല സർ, അർഹിക്കുന്ന ആദരവോടും സൂക്ഷ്മതയോടും മൂല്യവത്തായ പഠനം സമഗ്രമായി ഉപയോഗിക്കണം. കേന്ദ്ര വിദ്യാലയ സമിതി ഡെപ്യൂട്ടി കമ്മീഷണർ അയച്ചു കൊടുത്ത കത്തിൽ പറയാണ് സർ. എന്നിട്ട് പറയുന്നത് ഇത് നിങ്ങൾ ഈ പ്രീആമ്പിൾ നിങ്ങൾ അസംബ്ലിയിൽ വായിക്കണം എന്നുകൂടി പറയുന്ന ഒരവസ്ഥാ വിശേഷം സർ. സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് എന്ന് വളരെ വ്യക്തമാണ് സർ. ഇന്നത്തെ പത്രത്തിലെ മാതൃഭൂമി പത്രത്തിലെ പ്രധാന ഒരു വാർത്ത കൂടിയാണ് സർ. ഇതിലുകൂടി കേന്ദ്രത്തിന്റെ പ്രത്യേകമായി നമ്മുടെ പ്രതിഷേധവും ശ്രദ്ധയും കൊണ്ടുവരാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി ഇതോടൊപ്പം അഭ്യർത്ഥിക്കാം.